ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ കറി വയ്ക്കാൻ നോക്കാം. എന്ത് കോഴിയിട്ടോ, നാടൻ കോഴിയിട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി കുറേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നാടൻ കോഴിക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയുള്ളി തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിത്തല അങ്ങനെയുള്ള സംഭവങ്ങളും കൂടെ ചേർക്കണം. ഞാനിവിടെ മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് നന്നായി കഴുകിയ ഇറച്ചിയിൽ മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് വെച്ചിരിക്കുക കേട്ടോ. നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയുള്ളിയൊക്കെ പകുതി ഞാൻ റെഡിയാക്കി വെച്ചതിൽ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതിക്ക് മേലെ എടുത്തിട്ടുണ്ട്. അതിനിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതിനോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം. മൊരിച്ചെടുക്കണം പറഞ്ഞാൽ ഞാൻ ഉള്ളി മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വെറുതെ നന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൊരിയുമല്ലോ, അങ്ങനെ ചെയ്തെടുത്താൽ മതി. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കി തരാം, ചിക്കൻ കറി. അത് നാടൻ കോഴി മാത്രമാണ് അമ്മ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ ഇട്ട് അങ്ങനെ നല്ല വറുത്ത് പൊരിച്ച് അരച്ചിട്ടാണ് ഉണ്ടാക്കി തരിക കേട്ടോ. നമുക്കിവിടെ അരയ്ക്കാനൊന്നും വയ്യ, അതുകൊണ്ട് നമ്മളെല്ലാം റെഡിമെയ്ഡ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, വലിയ വ്യത്യാസം വരുമൊന്നുമില്ല, കുഴപ്പമില്ല കേട്ടോ. അതിനോടൊപ്പം തന്നെ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇറച്ചിക്ക് എന്തായാലും എരിവില്ലെങ്കിൽ ടേസ്റ്റ് കുറയും. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സിമ്മാക്കി വയ്ക്കാം ഗ്യാസ്, അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കരിയും. അതിനൊന്ന് ചെറുതാക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് ആറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. നന്നായി അരക്കല്ലേ. ഇനി നമ്മുടെ അടുത്ത പണി എന്താ, കുക്കർ എടുത്ത് വെക്കാം. കുക്കറിലേക്ക് ചിക്കൻ കോരിയിടാം. അതിനോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ച ചെറിയുള്ളിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും ചെയ്യേണ്ട, അങ്ങനെ ഒറ്റയ്ക്ക് മുറിക്കാതെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ടിനെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, നന്നായി അരച്ചിട്ടില്ല കേട്ടോ, ഒരു കുഞ്ഞ് കറക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അതിനോടൊപ്പം കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ചിക്കൻ കറിയായി കിട്ടും കേട്ടോ. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്തോ കേട്ടോ. ചിലർക്ക് കറി വരട്ടിയ പോലെ മതിയായിരിക്കും, ചിലർക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ ചെറിയ ഗ്രേവി വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ എല്ലാം കഴിഞ്ഞ് കുക്കറിൽ വിസിലൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോണ്ടല്ലോ അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിലൊരു സ്പെഷ്യൽ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങ കൊത്തില്ലേ, തേങ്ങ കുഞ്ഞതായിട്ട് പീസാക്കിയ കൊത്തിന് കൂടെ ചേർത്തെടുത്താൽ ചിക്കൻ കറി കടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനോടൊപ്പം ഒരു തേങ്ങ കൊത്ത് കൂടെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആക്കിയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഞായറാഴ്ച ആയിട്ട് കേട്ടോ. ബായ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബായ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബായ്.